നമുക്ക് ഓവർ തിങ്കിങ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ പാസ്റ്റിലുള്ള കുറേ എക്സ്പീരിയൻസുകളായിരിക്കും. നമ്മൾ പല ആളുകളും വിഷമിപ്പിച്ചതും ബ്ലെയിം ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുക. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് പലപ്പോഴും ഓവർ തിങ്കിങ് വരാറുള്ളത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള, നമ്മളെ ബ്ലെയിം ചെയ്യപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളെ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ക്ലിയർ ചെയ്യുക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഫൊർഗീവ്നെസ് ജേർണലിംഗ്. ആ ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ മുറിവിനെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യേണ്ട കാര്യമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ വരുന്നത് കാണാൻ സാധിക്കും.